ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. അതിശൈത്യം ആരംഭിച്ച മൂന്നാറിൽ താപനില 0 താഴെയെത്തി. ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷനിലാണ് താപനില -°C തെന്മല, ലക്ഷ്മി, ചിറ്റുവര, നയമക്കാട്, ലാക്കാട് എന്നിവിടങ്ങളിൽ 0-ഉം മൂന്നാർ ടൗൺ, നല്ലതണ്ണി, മാട്ടുപ്പെട്ടി, കുണ്ടള എന്നിവിടങ്ങളിൽ 2°യും താപനിലയാണ് ശരാശരി രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ താപനില വീണ്ടും താഴുമെന്നാണ് സൂചന. രാത്രി അതിശൈത്യം തുടരുമ്പോഴും പകൽ ചൂട് 22°C ആണ്. ടൂറിസം സീസണായതിനാൽ മൂന്നാറിൽ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്രിസ്തുമസ് പുതുവത്സര അവധിക്കാലത്ത് ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള 10 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രം ഡിസംബർ 20 മുതൽ 31 വരെ 2,69,331 ആളുകൾ സന്ദർശനം നടത്തി. വനം വകുപ്പിൻ്റേതുൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും വൈദ്യുതി വകുപ്പിൻ്റെ ഡാമുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും കണക്ക് കൂടിയാകുമ്പോൾ സഞ്ചാരികളുടെ എണ്ണം 4 ലക്ഷം കടക്കും. ക്രിസ്തുമസ് ദിനത്തിലും പിറ്റേന്നുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ 2 ദിവസങ്ങളിലായി 58,351 സഞ്ചാരികൾ DTPCയുടെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ഒരാഴ്ചക്കിടെ 50,872 പേരെത്തിയ വാഗമൺ മൊട്ടക്കുന്നിലും 54,596 ആളുകളെത്തിയ അഡ്വഞ്ചർ പാർക്കിലുമാണ് കൂടുതൽ സന്ദർശകരെത്തിയത്. രാമക്കൽമേട്, പാഞ്ചാലിമേട്, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹിൽവ്യൂ പാർക്ക്, ആമപ്പാറ എന്നിവിടങ്ങളിലും നിരവധി ആളുകൾ സന്ദർശനം നടത്തി. കടലും കായലുമില്ലാത്ത ഇടുക്കിക്കാർക്ക് ചാകര അത്ര സുപരിചിതമല്ല. പുഴകളിലും തോടുകളിലുമൊക്കെ മീൻ പിടിച്ചാണ് ഹൈറേഞ്ചുകാർക്ക് ശീലം. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇടുക്കി കല്ലാർകുട്ടിയിൽ ചാകരക്കാലമാണ്. നല്ല പെടപെടയ്ക്കണ മുഴുത്ത മീനുകളാണ് വലയിലും ചൂണ്ടയിലും കുരുങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ട് പൂർണ്ണമായി വറ്റിച്ചതോടെയാണ് ഇവിടെ പ്രദേശവാസികൾ മീൻപിടുത്തം തകൃതിയാക്കിയിട്ടുള്ളത്. മീൻ പിടിക്കാൻ എത്തിയവരാരും നിരാശയോടെ മടങ്ങിയില്ല. വലിപ്പവും തൂക്കവുമുള്ള മീനുകൾ കൈനിറയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ചിലർ ചൂണ്ട എറിഞ്ഞപ്പോൾ വല വീശിയായിരുന്നു മറ്റു ചിലരുടെ മീൻപിടുത്തം. കല്ലാർകുട്ടിക്ക് പുറമെ അടിമാലി, വെള്ളത്തൂവൽ, കഞ്ഞിക്കുഴി, ബൈസൺ വാലി തുടങ്ങി സമീപ ഇടങ്ങളിൽ നിന്നൊക്കെയും ഒരു കൈ നോക്കാൻ ആളുകൾ എത്തിയിരുന്നു. ഡാമിൽ വീണ്ടും വെള്ളം നിറയും വരെ മീൻപിടുത്തം തകൃതിയായി തുടരാനാണ് സാധ്യത. സഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ പുറംകാഴ്ചകൾ കാണാൻ പാകത്തിൽ സജ്ജീകരിച്ച ഡബിൾ ഡെക്കർ ബസ് പുറത്തിറങ്ങി. KSRTCയുടെ ഏറ്റവും പുതിയ സംരംഭമായ KSRTC റോയൽ വ്യൂ പദ്ധതിയുടെ ഭാഗമായാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ്. ബസിന്റെ മുകൾ ഭാഗത്തും ബോഡി ഭാഗങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള സുതാര്യമായ ഗ്ലാസ് പാനലുകളിലൂടെ സഞ്ചാരികൾക്ക് തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും ഉൾപ്പെടെ മൂന്നാറിന്റെ പ്രകൃതി മനോഹാരിത നേരിട്ട് ആസ്വദിക്കാനാകും. ബസ്സിലെ രാത്രി യാത്രകൾ വ്യത്യസ്തമാക്കാൻ വിവിധ നിറങ്ങളിലുള്ള പ്രകാശ സംവിധാനവും ഏർപ്പെടുത്തി. വാഹനത്തിന്റെ മുകൾ നിലയിൽ 38 പേർക്കും താഴത്തെ നിലയിൽ 12 പേർക്കുമായി മൊത്തം 50 സഞ്ചാരികൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. യാത്രാസുഖത്തിനായി ആധുനിക രീതിയിലുള്ള സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ മ്യൂസിക് സിസ്റ്റം, പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ സംവിധാനങ്ങളും ബസ്സിലുണ്ട്. യാത്രാവേളയിൽ കുടിവെള്ളം, ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കുന്നതിനും അത്യാവശ്യ ഘട്ടങ്ങളിൽ മൊബൈൽ ചാർജിംഗ് നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളും ലഭ്യമാണ്. ബസിന്റെ മനോഹരമായ രൂപകൽപ്പനയും സംവിധാനങ്ങളും ഫോട്ടോഷൂട്ട് അടക്കമുള്ള അനന്ത സാധ്യതകൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ വൃത്താന്തം സമാപിച്ചു.